നമ്മുടെ കുരുന്നുകൾക്ക് അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നു നൽകുന്നവർ ആണ് അധ്യാപകർ. അത്തരത്തിൽ ഒരു അധ്യാപികയാണ് പത്തനംതിട്ട നാറാണമുഴിയിലെ ലേഖ രവീന്ദ്രൻ. ലേഖയ്ക്ക് ശമ്പളം ലഭിച്ചിട്ട് 12 വർഷം ആയിരുന്നു. ഒന്ന് ഓർത്തു നോക്കൂ. മറ്റു വരുമാനത്തിൽ നിന്ന് ലഭിക്കുന്ന തുക കൊണ്ട് ഭക്ഷണം, വസ്ത്രം, വണ്ടിച്ചെലവ് ഇതെല്ലാം മുടക്കിയാണ് ഈ അധ്യാപിക ജോലി ചെയ്തിരുന്നത്. മകൻ്റെ പഠനത്തിന് ആവശ്യമായ പണം കണ്ടെത്താൻ ആകാതെ ലേഖയുടെ ഭർത്താവ് ഷിജോ ആത്മഹത്യ ചെയ്തു. ഇതിന് പിന്നാലെ പരാതിയും വിമർശനവും ശക്തമായതോടുകൂടി ശമ്പള കുടിശ്ശിക അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു. അങ്ങനെ 53 ലക്ഷം രൂപ ശമ്പള കുടിശ്ശികയിൽ 29 ലക്ഷം രൂപ കഴിഞ്ഞ ദിവസം കൈമാറി. ഇന്ന് മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിയ മന്ത്രി വീണ ജോർജിനോട് 2 മാസമായി വേതനം ലഭിക്കാത്തത് സംബന്ധിച്ച് പരാതി പറഞ്ഞു അവിടുത്തെ താൽക്കാലിക ജീവനക്കാർ മന്ത്രിയെ കാണുന്നത് CPIM നേതാക്കൾ ഇടപെട്ട് തടഞ്ഞു. ആശുപത്രി വാർഡിൻ്റെ വരാന്തിയിൽ വെച്ചും ചിലർ വേതനം ലഭിക്കാത്തതിൻ്റെ വിഷമം മന്ത്രിയെ ധരിപ്പിച്ചു. ചിലർ കുടുംബത്തിൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞ് കരഞ്ഞു. ശുചീകരണ തൊഴിലാളികൾക്ക് പിന്നാലെ നേഴ്സുമാരും നേഴ്സിംഗ് അസിസ്റ്റന്റുമാരും സങ്കടവുമായി എത്തി. മന്ത്രി വേഗത്തിൽ പോകാൻ ഒരുങ്ങിയതോടെ മന്ത്രിയെ കാണണം എന്ന ആവശ്യവുമായി ജീവനക്കാർ ബഹളം വെച്ചു. ജീവനക്കാർ മന്ത്രിക്ക് പിന്നാലെ ഓടിയെങ്കിലും സംസാരിക്കാൻ അവസരം ലഭിച്ചില്ല. ആ ജീവനക്കാർക്കെതിരെ സംഘം ചേർന്ന് കലാപത്തിന് ശ്രമം നടത്തിയെന്ന് കേസെടുത്തിരിക്കുകയാണ് നമ്മുടെ പോലീസ് സംവിധാനം. ബഹുമാനപ്പെട്ട മന്ത്രി, ഉയർന്ന ശമ്പളവും മറ്റാനുകൂല്യങ്ങളും, കാറും കമ്പ്യൂട്ടറും കീഴ് ജീവനക്കാരും ഒക്കെയുള്ള നിങ്ങൾക്ക് ഇതൊന്നും അത്ര വലിയ കാര്യം ആകണമെന്നില്ല. പക്ഷേ ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്ന ആ ജീവനക്കാർക്ക് ഓരോ ദിവസത്തെ വേതനവും അത്രമേൽ വിലപ്പെട്ടതാണ്. ആരോഗ്യമേഖലയിലെ സിസ്റ്റം ഇപ്പോഴും തകരാറിൽ തന്നെയാണ് എന്ന് പറയാതെ വയ്യ.